ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് കാഴ്സൺ പ്രഭു. 1905 ഒക്ടോബർ 16 അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്ന കാഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ വൈസ്രോയും കാഴ്സൺ പ്രഭുവാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ രബീന്ദ്രനാഥ് ടാഗോർ. പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീയ പൊതു സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. 1921 ഡിസംബർ 23 ഈ സർവകലാശാല പ്രവർത്തനം തുടങ്ങിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ. രാജ്യാന്തര സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിശ്വഭാരതി സർവകലാശാലയിലൂടെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് ടാഗോർ ലക്ഷ്യമിട്ടത്. 1854 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാൾ നേറ്റീവ് ഇൻഫ്രണ്ടിലെ 34 റെജിമെൻറ്റിൽ ശിപ്പായി ആയിരുന്നു മംഗൾ പാണ്ഡെ. 1849 22 വയസ്സിൽ മംഗൾ പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നു. 34 ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ 5 കമ്പനിയിലാണ് മംഗൾ പാണ്ഡെ ശിപ്പായി ആയി പ്രവേശിച്ചത്. സാധാരണ ശിപ്പായി ആയിരുന്ന മംഗൾ പാണ്ഡെ പിൽക്കാലത്ത് ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ അറിയപ്പെട്ടു. 1857 നടന്ന ഈ ലഹള ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമായി കണക്കാക്കപ്പെട്ടു. മതവിശ്വാസികളെ ഹനിക്കുന്ന രീതിയിലുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നയങ്ങളിൽ മംഗൾ പാണ്ഡെ പ്രതിഷേധിച്ചാണ് ഈ സമരത്തിൻ്റെ മൂലകാരണം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ ആര്? സുഭാഷ് ചന്ദ്രബോസ്. 1939 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത്. ദില്ലി ചലോ എന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസിദ്ധ മുദ്രാവാക്യമാണ്. നേതാജി എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. തുടർച്ചയായി 2 തവണ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. 1943 ജൂലൈ 4 സിംഗപ്പൂരിലെ കാദേ ഹാളിൽ വെച്ച് റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറി. അടുത്ത ദിവസം ആസാദ് ഹിന്ദ് ഔജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച വിവരം നേതാജി ലോകത്തെ അറിയിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യ രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള താമരകളുടെ എണ്ണം 8. സ്വദേശി സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിൽ ഉപയോഗിച്ചിട്ടുള്ള ചിഹ്നങ്ങൾ 8 താമരകളും 1 അർദ്ധചന്ദ്രനുമായിരുന്നു. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം പ്ലേഗ് ബോണസ്. 1917 പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 1918 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഗുജറാത്തിലെ തുണിമിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരമനുഷ്ഠിച്ച ആദ്യ സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തു. ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ചു. രാഷ്ട്രത്തിൻ്റെ ഐക്യ സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ലക്ഷ്യമാക്കി സ്ത്രീകളുടെ പദവി ഉയർത്താനായി പ്രവർത്തിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഓഗസ്റ്റ് വിപ്ലവം എന്നും ഇതിന് പേരുണ്ട്. 1942 മാർച്ച് 1 ഗാന്ധിജി ഹരിജൻ വാരികയിൽ എഴുതിയ ലേഖനത്തിൽ ബ്രിട്ടനോട് ഇന്ത്യ വിടാൻ ആഹ്വാനം ചെയ്തതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് പറയാം. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1929 ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായിരിക്കെ ലാഹോറിൽ ചേർന്ന സമ്മേളനം കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ്. ലോകത്തെ ഏറ്റവും പഴയതും വലുതുമായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമായത് എവിടെ? മീററ്റ്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 മഹത്തായ വിപ്ലവം. 1ാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമായ ദിവസം 1857 മെയ് 10. 1ാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ മീററ്റ് ഉത്തർപ്രദേശിലാണ്. 1ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നത് താമരയും ചപ്പാത്തിയുമാണ്.
ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം. കർഷക സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ രാജ്കുമാർ ശുക്ല 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ ചെന്നപ്പോഴാണ് ഗാന്ധിജി അദ്ദേഹം ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ക്ഷണിച്ചത്. ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വർഷം 1878. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതിൽ പ്രധാനപ്പെട്ടവയാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്രനിയമം. ഈ നിയമത്തിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരുന്നതിനെ തുടർന്ന് ഗവൺമെൻറ് ഈ നിയമം പിൻവലിച്ചു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയ് റിപ്പൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വർഷം 1882.